ചെറുകഥ പ്രാർത്ഥന. ഒ.വി. വിജയൻ. ഞാൻ നന്നേ കുട്ടിയായിരിക്കുമ്പോഴാണ് ഏട്ടൻ മരിച്ചത്. അതിൽ പിന്നെ അമ്മ പ്രാർത്ഥിച്ചിട്ടില്ല. ദൈവത്തോട് പരിഭവിച്ച് പ്രാകൃതമായ ഒരു ശാഠ്യത്തോടെ അവർ എൻ്റെ മേൽ കാവൽ നിന്നു. ഞാൻ എവിടെ ചെല്ലുമ്പോഴും അമ്മയുടെ കണ്ണുണ്ടാകും. ഞങ്ങളുടെ വീടിന് ചുറ്റുമുണ്ടായിരുന്നത് സാമാന്യം വലിയൊരു തൊടികയായിരുന്നു. കിഴവന്മാരായ കായ്മരങ്ങളും ചുവടെ തഴച്ചു നിന്ന ചെറിയ ചെടികളും. പറമ്പിൻ്റെ പിൻവശത്തായി തളം കെട്ടിനിന്ന ഒരു നീരുറവ്. പൂച്ചെടി പൊന്തകളിൽ നിറഞ്ഞു നിന്ന കായ്ക്കുലകൾ. ചെറിയ ചുവന്ന വണ്ടുകളെ നായാടി പിടിച്ച് തീപ്പെട്ടികളിൽ സൂക്ഷിക്കാനും ചെടികൾക്കിടയിലുള്ള മർമരങ്ങൾ ചെകിടോർക്കാനുമായി തൊടികളിൽ തനിച്ച് ചുറ്റിത്തിരിയാൻ ഞാൻ കൊതിച്ചു. എന്നാൽ അമ്മയുടെ നിരോധനാജ്ഞ. ഏറ്റവും വിലക്കപ്പെട്ട സ്ഥലം പിൻപുറത്തെ നീർത്തളമായിരുന്നു. അവിടെ ചെല്ലുകയെന്നത് എൻ്റെ സ്വപ്നമായി മാറി. മായികമായ ഒരനുഭവത്തിനായുള്ള ദാഹം. സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാതെ എൻ്റെ നാളുകൾ കടന്നുപോയി. മുറ്റത്ത് വ്യായാമം, വീടിനകത്ത് പാഠപുസ്തകങ്ങൾ, എപ്പോഴും അമ്മയുടെ കാവൽ കണ്ണ്. സന്ധ്യയ്ക്ക് പാഠമാല ചൊല്ലാനിരുന്നാൽ എൻ്റെ മനസ്സ് ശ്ലോകങ്ങളിൽ നിന്നില്ല. ഉണ്ണാനിരിക്കുമ്പോൾ ഞാൻ കായ്ക്കുലകളെ ഓർത്തു. ഉറങ്ങാൻ കിടന്നാൽ എൻ്റെ സുഖക്ഷീണത്തിൽ ചെറിയ വണ്ടുകളും പച്ചോന്തുകളും തിളങ്ങുന്ന ചിലന്തികളും നിറഞ്ഞു. സ്കൂള് വീടിന് സമീപത്ത് തന്നെയായിരുന്നു. എങ്കിലും അമ്മ എന്നും എന്നെ അവിടെ കൊണ്ടാക്കി. വൈകുന്നേരം തിരിച്ചു കൊണ്ടുവന്നു. തരപ്പെട്ടാൽ ക്ലാസ് മാസ്റ്ററോട് പറയാൻ മറന്നില്ല, ദാ ഒന്ന് മനസ്സിരുത്തണേ, വലിയ അശ്രദ്ധക്കാരനാണ്. എൻ്റെ മനസ്സ് എങ്ങും നിൽക്കില്ലെന്നും ഞാൻ വഴുതി വീഴുകയോ വഴിതെറ്റി അലയുകയോ ചെയ്യുമെന്നുമായിരുന്നു ആ പറഞ്ഞതിൻ്റെ സാരം. മാസ്റ്റർക്ക് അപ്പോഴൊക്കെ ചിരി വരും. മറ്റു കുട്ടികളെ ആരെയും ചൊല്ലി അമ്മമാർ ആവലാതിപ്പെടുന്നില്ല. അവരൊക്കെ മക്കളുടെ വളർച്ചയ്ക്കും ഭദ്രതയ്ക്കും വഴിപാട് കഴിച്ച് പ്രാർത്ഥിച്ച് അലട്ടില്ലാതെ കഴിഞ്ഞു. എന്നാൽ അമ്മയ്ക്കും ദൈവത്തിനും ഇടയ്ക്ക് ഏട്ടൻ്റെ മരണം സ്പർദ്ധയായി അവശേഷിച്ചിരിക്കുകയാണ്. ഒരു അശ്രദ്ധക്കാരനായി അമ്മ എന്നെ വിശേഷിപ്പിച്ചപ്പോഴൊക്കെ എനിക്കും ചിരി വന്നു. കാരണം എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് ശ്രദ്ധ മാത്രമായിരുന്നു. നടക്കുമ്പോൾ ഞാൻ മണ്ണിൽ ശ്രദ്ധാലുവായി, ശ്വസിക്കുമ്പോൾ ആകാശത്തിൽ ശ്രദ്ധാലുവായി. അധ്യാപകൻ പാഠമെടുക്കുമ്പോൾ അകലത്തുള്ള പുഴകളുടെ ഓരോ അലയും കാതോർത്തറിഞ്ഞു. ഒരിക്കൽ എൻ്റെ സഹപാഠിനിയായ മാധവി വഴിക്കണക്ക് ചെയ്യുന്നതിനിടയ്ക്ക് എന്നോട് മന്ത്രിച്ചു, ബാലരാമന് കൂട് വേണോ? അതെ, പതിഞ്ഞ സ്വരത്തിൽ തന്നെ ഞാൻ മറുപടി പറഞ്ഞു, ആ. വഴിക്കണക്ക് തെറ്റാൻ തുടങ്ങി. എനിക്കും മാധവിക്കും. കൂട് എന്തിനാണെന്നറിയോ? മാധവി ചോദിച്ചു. ഇല്ല, തവളക്കുട്ടിയെ പിടിക്കാൻ. വാല് മുറിയാത്ത തവളക്കുട്ടിയെ. എൻ്റെ ഉള്ളു തുടിച്ചു. വീടിൻ്റെ പിൻവശത്തുള്ള നീർത്തടത്തിൽ നിറയെ വാലു മുറിഞ്ഞിട്ടില്ലാത്ത തവളക്കുട്ടികളായിരിക്കും എന്നതിൽ എനിക്ക് സംശയമുണ്ടായിരുന്നില്ല. വാലിൽ സുതാര്യമായ പേശികൾ, മുതുകിൽ മഴവിൽ നിറങ്ങൾ, കൂടിൻ്റെ കൗശലമറിയാത്ത കണ്ണുകൾ. അതത്രയും ഞാനെൻ്റെ മനസ്സിൽ തെളിഞ്ഞു കണ്ടു. എങ്ങനെയാ പിടിക്കുക മാധവിയെ? അതോ തേങ്ങാപ്പൂള് വെച്ചിട്ട്. അതെങ്ങനെയാ? കൂട്ടിൽ തേങ്ങാപ്പൂള് വെച്ച് കൂട് വെള്ളത്തിൽ മുക്കിയാൽ തവളക്കുട്ടി അതിൻ്റെ അകത്ത് കയറും. നിക്ക് മാധവി കൂട് കൊണ്ടു തരുമോ? നാളെ. എന്താ അവരുടെ കുശുകുശുപ്പ്? മാസ്റ്റർ ഞങ്ങളെ നോക്കി. സ്റ്റാൻഡപ്പ്. മാധവി ഞാനും എഴുന്നേറ്റ് നിന്നു, നിശബ്ദരായി. വഴിക്കണക്ക് തെറ്റിച്ചതിന് ഞങ്ങൾക്ക് അടിയും കൊണ്ടു. മാസ്റ്റർ എന്നോടായി പറഞ്ഞു, എവിടെയാ ബാലരാമൻ്റെ ശ്രദ്ധ? അമ്മ പറയണത് ശരിയാ? തല്ലുകൊണ്ടതിലായിരുന്നില്ല എനിക്ക് സങ്കടം, ശ്രദ്ധയില്ലാത്തവൻ എന്ന് വിളിച്ചതിലായിരുന്നു. മാധവിയോട് കൂടിനെപ്പറ്റി സംസാരിക്കവേ എൻ്റെ മനസ്സിൽ ശ്രദ്ധ മാത്രമായിരുന്നു. നാളികേര പുളിനെപ്പറ്റി, കൂട്ടിലെ ഓരോ കൊച്ചഴിയെയും പറ്റി, കൂട്ടിലകപ്പെടുന്ന തവളക്കുട്ടിയുടെ ഓരോ ചലനത്തെയും പറ്റി. മാധവി വാക്കു പാലിച്ചു. പിറ്റേന്ന് അവൾ കൂട് കൊണ്ടുവന്നു. 2 മധുരനാരങ്ങ കൊള്ളുന്ന ചെറിയ കൂട്. ഇത് ചെറിയ കൂടല്ലേ മാധവിയെ? ചെറിയ കൂടിലാ തവളക്കുട്ടിയെ പിടിക്കുക. ആ വിദ്യ മാധവിയുടെ ഏട്ടൻ അവൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. ഏട്ടൻ്റെയും മാധവിയുടെയും പരിജ്ഞാനത്തിൽ എനിക്ക് തെല്ല് സന്ദേഹമുണ്ടായിരുന്നില്ല. ചെറിയ കൂടായിരുന്നതിനാൽ അതിനെ വിഷമമില്ലാതെ സഞ്ചിയിൽ തിരുക്കി കയറ്റി. വീട്ടിൽ ചെന്ന് ഞാൻ കൂട് ഒളിപ്പിച്ചു വെച്ചു. പിറ്റേന്ന് വെള്ളിയാഴ്ചയാണ്. ആ ദിവസവും കൂടി കഴിഞ്ഞാൽ ശനിയും ഞായറും അവധി. ശനിയാഴ്ചയാകാൻ ഞാൻ അക്ഷമനായി കാത്തിരുന്നു. പ്രാതലും ഊണും കഴിഞ്ഞ് ഞാൻ അമ്മയുടെ പുറകെ പരുങ്ങിക്കൂടി. എന്താ ബാലരാമന് വേണ്ടത്? തേങ്ങാപ്പൂള്. അസമയത്ത് തേങ്ങ തിന്നാൽ വയറ്റിൽ കൃമി വരും. വിട്ടുവീഴ്ചയില്ലാത്ത നിബന്ധനകളാണ്. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ വട്ടം ചുറ്റി.
തേങ്ങാപ്പൂളില്ലെങ്കിൽ തവളക്കുട്ടി കൂട്ടിൽ കയറില്ല. നിശ്ചയം. മാധവിയുടെ ശാസ്ത്രമാണത്. അവസാനം രണ്ടും കൽപ്പിച്ച് ഞാൻ അപേക്ഷ ആവർത്തിച്ചു. ചെറിയ പൂള് മതിയമ്മേ. ശരി, തേങ്ങാമുറിയും കത്തിയും കൊണ്ടുവരോ. തേങ്ങാപ്പൂള് സമ്പാദിച്ച് ഞാൻ എൻ്റെ മുറിയിലേക്ക് കടന്നു. അപ്പോഴാണ് പ്രശ്നത്തിൻ്റെ വിഷമ സ്വഭാവം മനസ്സിലായത്. നീർത്തടം വരെ പോകുന്നതെങ്ങനെ? വിലക്കപ്പെട്ട മാന്ത്രിക വനമായിരുന്നു നീരുറവയുടെ പരിസരം. എൻ്റെ ബാലമനസ്സിൻ്റെ ഇച്ഛാശക്തിയിലാവണം അമ്മ പതിവില്ലാത്ത ഒരു കാര്യം പറഞ്ഞു. ഞാനിത്തിരി ഉച്ചമയങ്ങട്ടെ. ബാലരാമൻ തിണ്ണയിലിരുന്ന് പുസ്തകം വായിച്ചോളൂ. അമ്മ മുറിയിൽ ചെന്ന് കിടന്നു. ഞാൻ എൻ്റെ പാഠപുസ്തകവുമായി തിണ്ണയിലിരുന്നു. എനിക്ക് ഇരിപ്പുറച്ചില്ല. ഇത്തിരി കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് മുറിയിൽ ചെന്ന് നോക്കി. അമ്മ മതി വിട്ട് ഉറങ്ങുന്നു. ഒരു കള്ളനെപ്പോലെ പതുങ്ങി പതുങ്ങി ഞാൻ എൻ്റെ സഞ്ചിയിൽ നിന്ന് മാധവിയുടെ കൂട് പുറത്തെടുത്തു. അതിൽ തേങ്ങാപ്പൂളും നിക്ഷേപിച്ച് ഒരു നിമിഷം ശങ്കിച്ചു നിന്നു. തവളയെ പിടിക്കണമെങ്കിൽ ഇന്ന് വേണം. അമ്മ അടുത്ത ശനിയാഴ്ച ഉച്ചമയങ്ങിയെന്ന് വരില്ല. കൃമിബാധയെ പേടിച്ച് തേങ്ങാപ്പൂള് തന്നെന്ന് വരില്ല. രണ്ടും കൽപ്പിച്ച് ഞാൻ തൊടികയിലേക്കിറങ്ങി. അസഖ്യം കീടങ്ങളുടെ മന്ത്രോദ്ധാരണയിൽ കൂടെ തൊടിയുടെ പിൻവശത്തേക്ക് നടന്നു. ഉച്ചച്ചൂടിൻ്റെയും ആവിയുടെയും മഹാത്ഭുതങ്ങൾ. പ്ലാവിൻ്റെയും മാവിൻ്റെയും കമാനത്തിനു മീതെ ആകാശം. കീറുകളെന്ന കടത്തുവഞ്ചികൾ. ത്രസിക്കുന്ന ഉൾത്തടവുമായി ഞാൻ നീർത്തളത്തിലെത്തി. അതിൻ്റെ ചേറ്റുവക്കിൽ പതിയിരുന്ന പച്ചത്തവളകൾ ഭയന്ന് ഓരോരുത്തരായി വെള്ളത്തിലേക്ക് ചാടി. വാലറാത്ത തവളക്കുട്ടികളെ എങ്ങും കാണാനുണ്ടായിരുന്നില്ല. അവ വെള്ളത്തിനകത്താവണം. മാധവിക്ക് തെറ്റുപറ്റാൻ വയ്യ. ചേറ്റുവക്കിൽ കാലൂന്നി നിന്ന് ഞാൻ കൂട് വെള്ളത്തിൽ താഴ്ത്തി. അടുത്ത നിമിഷം ഞാൻ നിലതെറ്റി മുന്നോട്ടായുകയും കൂട് കയ്യിൽ നിന്ന് വഴുതുകയും ചെയ്തു. കൂട് വെള്ളത്തിനടിയിൽ നഷ്ടപ്പെട്ടു. ചേറ്റുവക്കിൽ നിന്നുകൊണ്ട് ഞാൻ ഒരുപാട് നേരം കരഞ്ഞു. കടുത്ത നിരാശയിൽ വീട്ടിലേക്ക് തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോഴാണ് മരത്തിൽ കൊത്തിയെടുത്ത ഒരു ശില്പവസ്തു പോലെ ചളിയിൽ എന്തോ ഒന്ന് പതിഞ്ഞു കിടന്നത് ഞാൻ കണ്ടത്. എൻ്റെ കരച്ചിൽ മാറി. പകരം വീണ്ടും അത്ഭുതമായി. ഞാൻ അതിൻ്റെ സമീപത്തിരുന്ന് അതിനെ ഉറ്റുനോക്കി. അത്ഭുതം. ദൃശ്യങ്ങളുടെ വടവുകളെ അലിയിക്കുന്നു. ഒരു കുട്ടിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണത്. ഏറെ നേരം നോക്കി നിന്നിട്ടേ മുന്നിലുള്ള രൂപം എനിക്ക് തെളിഞ്ഞുള്ളൂ. ഇപ്പോൾ അതിൻ്റെ കൊച്ചുമുഖവും പിഞ്ഞാണക്കണ്ണും ഇരട്ട നാക്കും ഞാൻ കണ്ടു. പാമ്പാണെന്ന് എനിക്ക് മനസ്സിലായി. പാമ്പുകളെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ചിത്രത്തിൽ കണ്ട പരിചയമുണ്ട്. പരസ്പരം കൗതുകപ്പെട്ട് പാമ്പും ഞാനും മുഖാമുഖമായിരുന്നു. എൻ്റെ സാമീപ്യം പാമ്പ് ഇഷ്ടപ്പെട്ടുവെന്ന് എന്തുകൊണ്ടോ ഞാൻ അറിഞ്ഞു. ആ ഇഷ്ടത്തിൻ്റെ പ്രകടനമായിരുന്നു അവൻ പത്തി വിരുത്തിയതും അഴകോടെ ആടിയതും. അമ്മയുടെ നിരോധത്തെ ലംഘിച്ചതും കൂടിൻ്റെ നഷ്ടം പോലും എന്നിൽ നിന്നകന്നു. ഒരേ ഒരു ചിന്ത മാത്രം മനസ്സിൽ നിറഞ്ഞു. അമ്മയെ വിളിച്ചുണർത്തി പാമ്പിനെ കാണിച്ചു കൊടുക്കണം. ഞാൻ തിരിഞ്ഞ് വീട്ടിലേക്കോടി. ഇത്തിരി ദൂരം ചെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പാമ്പുണ്ട് പുറകെ വരുന്നു. ഞാൻ നിന്നു. പാമ്പും നിന്നു. അവൻ എൻ്റെ കൂടെ കളിക്കാൻ വരികയാണെന്നതിൽ എനിക്ക് സംശയമുണ്ടായിരുന്നില്ല. ഞാൻ ഉല്ലാസത്തോടെ പൊട്ടിച്ചിരിച്ചു. എൻ്റെ ചിരി കേട്ട് മറുപടിയായി അവൻ നാക്ക് വെട്ടിച്ചു. ഞാൻ വീണ്ടും വീട്ടിലേക്ക് തിരിഞ്ഞു നടന്നു. മുറ്റം വരെ വന്ന പാമ്പ് ഒതുക്ക് കയറിയില്ല. അമ്മേ അമ്മേ ഞാൻ വിളിച്ചറിയിച്ചു. ഞാനൊരു പാമ്പിനെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഉറക്ക ചടവോടെ പുറത്തേക്ക് വന്ന അമ്മ തിണ്ണയിലെത്തിയതും അയ്യോ എന്ന നിലവിളിയോടെ എന്നെയും പിടിച്ച് അകത്തു കയറി വാതിലടച്ചു. തൊടികയുടെ ദൂരങ്ങളിൽ പണിയെടുക്കുന്ന തോട്ടക്കാരെ അവർ ജനാലയിലൂടെ വിളിച്ചു. വേലായുധ, കുട്ടിക്കൃഷ്ണ, ഓടിവരൂ, പാമ്പ്. എൻ്റെ കൂടെ കളിക്കാനെത്തിയ വിചിത്രജീവിയെ എന്തു ചെയ്യാൻ പോകുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നുവെങ്കിലും വേലായുധൻ്റെയും കുട്ടിക്കൃഷ്ണൻ്റെയും കയ്യിലെ വടികളും മുഖങ്ങളും കണ്ടപ്പോൾ എന്തോ അത്യാഹിതത്തിൻ്റെ തുടക്കമാണെന്നത് എനിക്ക് മനസ്സിലായി. ഒരു കുട്ടിക്ക് മാത്രം ചെയ്യാവുന്ന കാര്യം ഞാൻ ചെയ്തു. പരിസരത്തിൽ നിന്ന് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞു. അങ്ങനെ ഇരുന്നു കൊണ്ട് പാമ്പിനെ ഞാൻ എൻ്റെ സ്നേഹത്തിൽ മൂടി. വിചിത്രജീവി, ഞാൻ നിശബ്ദം പറഞ്ഞു, നിനക്ക് വേദനിക്കാതിരിക്കട്ടെ. ആ വഴിപാടിൻ്റെ തീഷ്ണതയിൽ ഞാൻ കാതു പൊത്തുകയും കണ്ണ് ഇറുക്കി ചിമ്മുകയും ചെയ്തു. എൻ്റെ ബാല്യകാല സ്മരണകൾ ഇവിടെ മഞ്ഞു മൂടുന്നു. പാമ്പിന് എന്തു സംഭവിച്ചു എന്ന് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പാമ്പിനെ സ്നേഹിച്ചതു മാത്രം ഞാൻ ഓർക്കുന്നു. സ്നേഹം അതിൻ്റെ ഗൂഢാലോചനകളിലൂടെ പ്രാർത്ഥനയായി പരിണമിച്ചത്. വർഷങ്ങളായി പ്രാർത്ഥന വരണ്ടു കിടന്ന ആ വീട്ടിൽ അർപ്പണത്തിൻ്റെ കുരുന്നുകൾ വീണ്ടും മുള പൊട്ടിയത്. വിലക്കപ്പെട്ട കാട്ടിൽ സ്വപിതാവിനാൽ ശപിക്കപ്പെട്ട അമ്മയില്ലാത്ത കുഞ്ഞായ സർപ്പത്തിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്ന് അന്നെനിക്ക് അറിവുണ്ടായിരുന്നില്ല.